ഞങ്ങൾക്ക് ആമ്പല് കിട്ടി അവര് നമുക്ക് 3 ആമ്പല് തന്നു. അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി. കൊച്ചിനെ മാറ്റിക്ക പിള്ളേരോട്ട്. അങ്ങനെ 5 മണിക്ക് എണീറ്റ് ഒരു കണക്കിന് കുളിച്ച് ഒരുങ്ങി ബൈക്ക് എടുത്തിട്ട് പോവാം. അപ്പോൾ അത് ഇവരുടെ 2 പേരുടെ ഫോട്ടോഷൂട്ടിനാണ് നമ്മളൊരു സ്ഥലം വരെ പോകണം. നമ്മുടെ ഗതി കൊണ്ട് പോണ വഴിക്ക് റോഡ് മൊത്തം പൊളിച്ച് പപ്പടാസി ആക്കിയിട്ടേക്കായിരുന്നു. എന്തായാലും ഗവൺമെന്റ് വഴി നമുക്കൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് കിട്ടിയെങ്കിലും ഇവിടെ എത്തിയപ്പോഴേക്കും വഴി തീർന്നു. പിന്നെ അത് മാറ്റിയിട്ട് പോകുന്ന വെച്ചപ്പോൾ അവിടെ നിന്ന് ചേച്ചി പറഞ്ഞു അതിലെ വണ്ടി വിടില്ലാന്ന്. പിന്നെ അതിലെ വന്നൊരു മീൻകാരൻ ചേട്ടൻ ഞങ്ങൾക്ക് ദേവദൂതനെ പോലെ വേറൊരു ഷോർട്ട് കട്ട് കാണിച്ചു തന്നു. പുള്ളിയുടെ പുറകെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ റോഡ് തീർന്നിട്ട് മണ്ണിട്ട വഴിയായിരുന്നു. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ വഴി തെറ്റി ഞങ്ങൾ അവസാനം അവിടെ വന്നു. അപ്പോൾ ലൊക്കേഷൻ നിങ്ങൾക്ക് ഓൾറെഡി പിടിയിട്ട് കാണുള്ളൂ. റീൽസിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ആമ്പൽക്കുളം. എവിടെയുള്ളത് വീട്ടിൽ അമ്മ കണ്ടാൽ പറയും ആടുണ്ടായിരുന്നു ഈ കൊണ്ടേ കെട്ടായിരുന്നു. അതേപോലത്തെ പുല്ല്. പിന്നെ നമ്മൾ എവിടെ പോയാലും ഇതേപോലത്തെ കുറച്ച് കലാപരിപാടികൾ ചെയ്യുമല്ലോ. ആർക്കാ പേടി? ഞങ്ങളൊരു 7 മണിയാകുമ്പോൾ ഇവിടെ എത്തണം പ്ലാൻ ചെയ്താണ് വന്നത്. പക്ഷെ റോട്ടിലുണ്ടായിരുന്ന അൺഎക്സ്പെക്ടഡ് പ്ലാൻസ് കൊണ്ട് ഞങ്ങൾക്ക് ടൈം തെറ്റി. നിങ്ങളെങ്കിലും നേരത്തെ വരാം, അല്ലെങ്കിൽ വെയിൽ കൊണ്ട് ചമ്മന്തിയാവും. ഈ സ്ഥലം ബോത്ത് ബ്യൂട്ടിഫുൾ ആൻഡ് അഡ്വഞ്ചറസ് ആണ്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് വരാം. പിന്നെ കുറച്ചും കൂടി ഫൺ ആക്കണമെങ്കിൽ കയാക്കിനും അവൈലബിൾ ആണ് കേട്ടോ. ചെറുത് മതി. വിട്ടോ. ഓക്കെ, താങ്ക് യു. ഞങ്ങൾക്ക് ആമ്പല് കിട്ടി. അവര് നമുക്ക് 3 ആമ്പല് തന്നു. 3 ആമ്പല് തന്നു. ഇല്ല ഞങ്ങൾ അല്ല വേണ്ട. അപ്പൊ ആമ്പലിട്ട് സ്ഥിതിക്ക് വന്ന പരിപാടി തുടങ്ങാം. ഇവിടെ മറ്റേ കൊപ്പി പാട്ട് വന്നപ്പോ എന്തായിരുന്നു പിള്ളേരെ ചേച്ചി കൊച്ചിനെ മാറ്റിക്ക പിള്ളേരോട്ട്. അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കരിഞ്ഞ് ഉണങ്ങി തിരിച്ചു പോകണ വഴിക്ക് ഒരു സർവത്താടേ കയറി. അവിടെയാണെങ്കിൽ അത് കുപ്പിയിൽ ഇങ്ങനെ ഒരു സംഭാരം വെച്ചിട്ടുണ്ടായി. ചുമ്മാ 5 കുടിച്ചു വെച്ചു. സംഭവം നല്ല കിട്ടുന്ന സ്ഥലമായിരുന്നു. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞു.